മിസ് വിറ്റ്സിൽ ഇന്ന് നമ്മോടൊപ്പം ടിസ് തോമസ്. ടിസെ, നമസ്കാരം. താങ്ക് യു. നമസ്കാരം. ശരിക്കും മലയാളികൾക്ക് ബിബിൻ ബാബു ആണ് ടിസ് എന്നൊക്കെ പറയുന്നതിനേക്കാളും കൂടുതൽ നമ്മുടെ ബിബിൻ ബാബു എന്ന് പറയുന്നതാണ് മലയാളികൾക്ക് ഇഷ്ടം. അതെ. അപ്പോൾ എനിക്ക് ഏറ്റവും ആദ്യം ചോദിക്കാനുള്ളത്, എങ്ങനെയാണ് ബിബിൻ ബാബുവിലേക്കുള്ള ആ ഒരു വരവ് എന്നാണ് എനിക്ക് അറിയേണ്ടത്. എന്നിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങളിലേക്ക് പോകുന്നത്. ഓക്കെ. അത് ഒറ്റ വാക്കിൽ പറഞ്ഞ ഓഡീഷൻ ആയിരുന്നു. പക്ഷെ നേരത്തെ ഞാൻ കുറച്ച് റീൽസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അത് അനൂപേട്ടൻ ശ്രദ്ധിച്ചു, അനൂപ് സത്യൻ. അങ്ങനെ ആ സമയം തൊട്ട് എന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പം ഞാനും ആ സമയത്ത് തിരിച്ച് ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതുവരെ മെസ്സേജോ അങ്ങനെയൊന്നും അയച്ചിട്ടില്ല. എനിക്കൊരു ചമ്മലല്ല, ഒരു മടി ഉണ്ടായിരുന്നു. ഇതിന് റിപ്ലൈ കിട്ടുമോ, ചാൻസ് ചോദിക്കണമെന്നുണ്ട്. പക്ഷെ ഞാൻ ചോദിച്ചിട്ടില്ല. അങ്ങനെ ഇരുന്നപ്പം യാദൃശ്ചികമായിട്ട് ഇവിടെ കൊച്ചി വെച്ച് കണ്ടു. അപ്പം ഞാൻ ചാൻസ് ചോദിച്ചു. അപ്പം ഞാൻ വെറുതെ ചോദിച്ചത്. എനിക്ക് ഒരു 90% ഉറപ്പായിരുന്നു മിക്കവാറും കാണത്തില്ല എന്ന്. ഞാൻ വെറുതെ ചോദിച്ചു, അടുത്ത പടത്തിൽ എനിക്ക് പറ്റിയ എന്തെങ്കിലും ഒരു വേഷം ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു ഓഡീഷന് വരാൻ പറ്റുമെന്ന്. അപ്പൊ ഞാൻ എന്നുള്ള ഇതായി. അങ്ങനെ ഓഡീഷൻ നടത്തി, അങ്ങനെ സെലക്ട് ആയി. എന്നായിരുന്നു സിനിമയിലോട്ടുള്ള മോഹം തുടങ്ങിയത്? കുഞ്ഞിലെ മുതലുണ്ടോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ കോളേജ് കാലം മുതലൊക്കെയാണോ വരുന്നത്? എന്താണ് സംഭവിക്കുന്നത്? സ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ടേ ഉണ്ട്, ആഗ്രഹമുണ്ട്. ഞങ്ങളുടെ സ്കൂൾ ടൈം എന്ന് പറഞ്ഞാൽ 8:30 തൊട്ട് 1:30 വരെ ഉള്ളൂ. അപ്പൊ ഈ 1:30 വന്നു കഴിഞ്ഞാൽ പിന്നെയുള്ള പരിപാടി സിനിമ കാഴ്ചയാണ്. വെറുതെ ഏതെങ്കിലും സിനിമ കണ്ടുകൊണ്ടിരിക്കും. അപ്പം ഇതിങ്ങനെ കണ്ട് ഈ പരിപാടി കൊള്ളാലോ എന്ന് വെച്ചിട്ട് ഞാൻ തന്നെ കണ്ണാടിയുടെ ഫ്രണ്ടിൽ അങ്ങനെയൊക്കെ അഭിനയിച്ചു തുടങ്ങി. അങ്ങനെ ഈ ആഗ്രഹം പയ്യെ വലുതാകാൻ തുടങ്ങി. പിന്നെ ഇതുപോലെ ഈ ചെറിയ ടിക്ടോക്ക് പരിപാടികൾ അതൊക്കെ ചെയ്യുമായിരുന്നു. ടിക്ടോക്കിലാണ് ആദ്യമായിട്ട് ചെയ്യുന്നത്. ടിക്ടോക്കിൽ കുറച്ച് വീഡിയോ ഹിറ്റ് ആവുന്നു, അത് കഴിഞ്ഞിട്ട് നേരെ പിന്നെ ഇൻസ്റ്റഗ്രാമിലേക്കുള്ള വരക്കം. അതിനിടയ്ക്ക് ഷോർട്ട് ഫിലിം ചെയ്തു. ഇവിടെ കൊച്ചി തന്നെയുള്ള മല്ലു ഫ്ലിക്സ് എന്ന് പറഞ്ഞിട്ടൊരു ചാനല് ആ സമയത്ത് എന്നെ വിളിച്ചു. ഇതുപോലെ ഞങ്ങളും തുടങ്ങുന്നുണ്ട്, അപ്പൊ ഇതിന്റെ പാർട്ടാകാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ അവരുടെ കൂടെ കൂടി. അവരുടെ കൂടെ കുറെ വീഡിയോ ചെയ്തു. അതിലെല്ലാം ഒന്നും കൊള്ളത്തില്ല, കുറെയൊക്കെ ഫ്ലോപ്പായി. അതിൽ ലാസ്റ്റ് വന്ന ഒരു മുടി എന്ന് പറഞ്ഞിട്ടൊരു ഷോർട്ട് ഫിലിം ഉണ്ട്. അപ്പം അത് കയറി ഹിറ്റായി. അത് കുറെ ആളുകൾ കണ്ടു. അങ്ങനെ സിനിമ റെഡിയായി. ഞാൻ വിചാരിച്ചിരുന്നത്, ഇപ്പോൾ നമ്മളിപ്പോൾ അലംബൻസോ അല്ലെങ്കിൽ ഇപ്പോൾ യുറേക്ക സ്റ്റോറീസോ ഒക്കെ അതിൽ അഭിനയിക്കുന്ന ആളുകൾ തന്നെ അത് ഓൺ ചെയ്യുന്ന ആളുകൾ കൂടിയാണല്ലോ. അപ്പം ഞാൻ വിചാരിച്ചെന്ന് വെച്ചത് മല്ലു ഫ്ലിക്സ് ശരിക്കും പറഞ്ഞാൽ ടിസിന്റെയും കൂടി ആയിരിക്കും, അല്ലെങ്കിൽ ടിസ് അങ്ങോട്ട് വരുന്നതാണ്. ടിസിന്റെ അഭിനയം കണ്ട് ഹലോ ടിസേ വരൂ അല്ലേ, അങ്ങനെ വിളിക്കുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ സിനിമയിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ വീണ്ടും സത്യനന്ദിക്കാട് സാറിന്റെ സെറ്റിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും സിനിമ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ആഗ്രഹം ഉണ്ടാവും, സത്യനന്ദിക്കാട് സാറിനോട് ഒരു സിനിമ എഴുതണം എന്ന് ആഗ്രഹം ഉണ്ടാവും. അഭിനയിക്കാനായിട്ട് ആഗ്രഹമുള്ള ആൾക്കാർക്ക് ഒരു ഷോട്ടെങ്കിലും സാർ പറഞ്ഞു തരുന്ന പോലെ അഭിനയിക്കണം എന്നുണ്ടാവും. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിലും സാറിന്റെ മുമ്പിൽ എത്തുമ്പോൾ നമുക്കൊരു പടപടപ്പ്, ഒരു കിടുക്കം, എന്താ പറഞ്ഞ ഒരു വിറവല് വരും. അപ്പോ എങ്ങനെയാണ് അതിനെ മാനേജ് ചെയ്ത് സാറിന്റെ മുമ്പിൽ അഭിനയിച്ച് എങ്ങനെയായിരുന്നു? എനിക്ക് ആദ്യം ഇത് സെലക്ട് ആയി എന്ന് അറിഞ്ഞപ്പോൾ തൊട്ടൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നേരിട്ട് കണ്ടപ്പം ഈ പറഞ്ഞ പോലെ ഒരു ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഇവരിപ്പം എങ്ങനെയായിരിക്കും നമ്മൾ ഇവരുടെ കൂടെ ചെയ്യുക എന്ന് വെച്ചാൽ ഇൻ ഗുഡ് സെൻസ്. എങ്ങനെ സാറ് പറഞ്ഞു തരുന്ന കൃത്യമായിട്ട് അഭിനയിച്ചു കൊടുക്കും എന്നൊക്കെ അല്ലേ? ഒരു കുഴപ്പവും ഇല്ലാതെ തീർത്ത് പോരണമല്ലോ. അങ്ങനെ അത് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റി. ആ റോൾ ആക്ച്വലി ഭയങ്കര ഇമ്പാക്ട് ഉണ്ടാക്കിയ റോള്. അത് മാത്രമല്ല ഇപ്പോഴും, അതായത് ഇനിയിപ്പം അങ്ങോട്ട് എത്ര റോള് ചെയ്താലും ഹൃദയപൂർവ്വവും ബിബിനും ഒക്കെ ടിസിന്റെ അല്ലെ, ടിസിനെ ഇഷ്ടപ്പെട്ടൊരു ആളുകളൊന്നും ചോദിക്കില്ലേ? ചോദിക്കും. ചിലരിങ്ങനെ മാറിയെന്ന് നോക്കും, ഇതാ ആള് തന്നെയാണോ. എന്നിട്ട് ചിലർക്ക് കിട്ടത്തില്ല. അപ്പൊ പറയേ ഇതല്ല, പോയേക്കാന്ന് പറഞ്ഞ അവര് പോകും. അല്ലാതെ മനസ്സിലായി വരുന്നവരും ഉണ്ട്, ഒരുപാടില്ല, കുറച്ച് ആൾക്കാര്. ഈ എങ്ങനെയായിരുന്നു ഈ ടിസ് എന്നുള്ള ബിബിൻ എന്നുള്ള കഥാപാത്രത്തിലേക്ക് ടിസ് വരുന്നതും അത് ആ കഥാപാത്രം പറഞ്ഞു തരുന്നതൊക്കെ എങ്ങനെയായിരുന്നു സാറ്? അത് ഇതുപോലെ ആദ്യം എന്നെ അനുപേട്ടൻ വിളിച്ചിട്ട് ചോദിച്ചു, മോഹൻലാലിന്റെ കൂടെ അഭിനയിക്കാൻ പേടിയുണ്ടോ എന്ന്. റാൻഡമായിട്ട് ഒരു ദിവസം വിളിച്ചു ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല, എനിക്കൊന്നും മനസ്സിലായില്ല. അപ്പൊ പറഞ്ഞു ഇതുപോലെ സെലക്റ്റഡ് ആണ്. അപ്പം ലാലേട്ടന്റെ കൂടെ ത്രൂ ഔട്ട് റോളാണ്. ഇത് ഒരു ക്ലൗഡ് കിച്ചൺ ഉണ്ട്, ക്ലൗഡ് കിച്ചണിലെ ഓൾ ഇൻ ഓൾ ആയിട്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്. ഇത്രയും പറഞ്ഞു. ബാക്കി ഷൂട്ട് തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് സത്യൻ സാറ് പറഞ്ഞു തന്നു. സത്യൻ സാറിന്റെ കയ്യിൽ നിന്ന് നേരിട്ട് കേട്ടു. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ഇപ്പോൾ ലാലേട്ടന്റെ കഥാപാത്രമായിട്ട് കൊടുക്കുന്ന ഒരു എനർജി ഉണ്ടല്ലോ, അത് ആദ്യ ദിവസം മുതലേ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ക്യാമറ വെച്ചത് ലാൽ സാറിന്റെ കൂടെ. അത് വൻ ഭാഗ്യമല്ലേ? ഭയങ്കര ഭാഗ്യം.
ഞാൻ പറയുന്നത് എങ്ങനെയായിരിക്കും അപ്പൊ അതേ എനർജി സിനിമയിൽ നമ്മൾ ത്രൂ ഔട്ട് കാണുന്ന ഒരു എനർജി ഉണ്ട് ബിബിന്. ആ എനർജി ആദ്യ ഷോട്ട് മുതൽ എങ്ങനെ പിടിച്ചു? അത് ഒരുപാട് എടുത്തു പോയായിരുന്നു. എന്ത് എങ്ങനെയായിരുന്നു പോയായിരുന്നു ചില സീനുകൾ തുടക്കത്തിൽ? അല്ല തുടക്കത്തിലല്ല, ഇടയ്ക്കൊക്കെ വെച്ചിട്ട് ഞാനിരുന്നൊരു ഒരു ലെങ്തി ആയിട്ട് ഒരു കഥ പറയുന്ന പോലത്തെ ഒരു ഇടയ്ക്ക് ഫോൺ വിളിക്കുന്നതും അത് കുറച്ച് ടേക്ക് പോയായിരുന്നു. അല്ലാതെ വലിയ പ്രശ്നം പറ്റിയിട്ടില്ല. നമ്മൾ ആ സിനിമ കാണുന്നൊക്കെ വലിയ, അതായത് നമ്മള് സിനിമ എന്ന് പറഞ്ഞ് കണ്ടു തുടങ്ങിയ സിനിമയിലെ വലിയ ആളുകളെയാണല്ലോ നമ്മൾ മുഴുവൻ കാണുന്നത്. അപ്പൊ അതിൻ്റെതായിട്ടുള്ളൊരു ടെൻഷൻ ഇവരെ ഇപ്പൊ സിദ്ദിഖൊക്കെ ഉണ്ട്, ലാലു അലക്സ് സാർ ഉണ്ട്. അപ്പൊ ഇവരെയൊക്കെ കാണുമ്പോഴത്തേക്കുള്ള, അല്ലെങ്കിൽ ഇപ്പൊ ലാലേട്ടൻ തന്നെ, സത്യനന്ദിക്കാട് സാറ് തന്നെ, ഇവരെ കാണുമ്പോഴത്തേക്കുള്ളൊരു ആ ഒരു ടെൻഷൻ എങ്ങനെയാണ് ഒഴിവാക്കിയെന്ന് അറിയാൻ വേണ്ടി എനിക്ക് ടെൻഷൻ എങ്ങനെയില്ല. കാരണം നമ്മൾ അത്ര ആഗ്രഹിച്ച് ഇത് എങ്ങനെങ്കിലും ഒരു സിനിമയിൽ അഭിനയിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുള്ളായിരുന്നു. ഏതെങ്കിലും ഒരു സിനിമയിൽ അഭിനയിക്കണം, എങ്ങനെങ്കിലും സിനിമയിൽ ഒന്ന് വരണം. പക്ഷെ ഇത്രയും വലിയൊരു ക്രൂവിൻ്റെ കൂടെ ഇത്രയും വലിയൊരു പ്രോജക്റ്റിൽ വരാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പിന്നെ ആദ്യത്തെ സിനിമയിൽ ആദ്യത്തെ ഷോട്ട് തന്നെ ലാൽ സാറിൻ്റെ കൂടെ ചെയ്യാൻ പറ്റി. എനിക്ക് അതൊക്കെയാണ് ഭയങ്കര എക്സൈറ്റിംഗ്. അതായത് നമ്മൾ ഇത്രയും നാള് ആഗ്രഹിക്കുന്ന സിനിമയ്ക്ക് വേണ്ടിയാണ്. സിനിമയിൽ നമ്മൾ ചെല്ലുന്നത് തന്നെ ആദ്യത്തെ പടം, ഇത്രയും വലിയ ഡയറക്ടറിന്റെ പടം, ലാൽ സാറ് മുന്നിൽ നിൽക്കുന്നു. അപ്പോൾ ഉണ്ടാവുന്ന ഒരു എന്തെങ്കിലും അതൊക്കെ പോട്ടെ. ഇപ്പൊ ടെൻഷനേക്കാൾ ഉപരി എനിക്ക് എക്സൈറ്റ്മെന്റ് ആയിരുന്നു. പിന്നെ ടെൻഷൻ വന്നത് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഇത് അവർക്കൊരു സമയവും അവരുടെ കൺവീനിയൻസിനനുസരിച്ച് നമ്മൾ ചെയ്യണമല്ലോ. ആ കാര്യത്തിൽ മാത്രമേ എനിക്ക് ടെൻഷൻ ഉള്ളത്. അധികം തെറ്റരുത്, അവരെ ബുദ്ധിമുട്ടിക്കരുത്, അത്രയും മാത്രമേ ഉള്ളായിരുന്നു. അല്ലാതെ ബാക്കിയെല്ലാം എക്സൈറ്റ്മെന്റ് ആ ഒരു രീതിയിലായിരുന്നു. ഈ അതിരടിയിലെ കഥാപാത്രം എടുത്തിട്ടുണ്ടെങ്കിലും ഇപ്പൊ നമ്മൾ ഹൃദയപൂർവ്വം എടുത്തിട്ടുണ്ടെങ്കിലും ടിസ് ഭയങ്കര ചെയ്തിരിക്കുന്ന രണ്ട് കഥാപാത്രം ഭയങ്കര ബബ്ലി ആയിട്ടുള്ള ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള കഥാപാത്രമാണ്. എനർജറ്റിക് ആണെന്ന് എനിക്കറിയാം. പക്ഷേ ഈ രണ്ട് കഥാപാത്രം ഇങ്ങനെ ചാടി നിൽക്കുന്ന രണ്ട് ആൾക്കാരാണ്. അപ്പോൾ ശരിക്കും ടിസ് എങ്ങനത്തെ ഒരു മനുഷ്യനാണ്? ടിസ്സിന് സ്വന്തമായിട്ട് എന്താ തോന്നിയിരിക്കുന്നത്? ഞാൻ എനർജറ്റിക് ആണ്, എന്നാലും ഒരുപാടല്ല. പിന്നെ കൂടുതലും എൻ്റെ സർക്കിളിൽ ഞാൻ ഭയങ്കര ഓപ്പണാണ്. അത് എന്നെ അറിയാവുന്ന എല്ലാവർക്കും അറിയാം. നമ്മളങ്ങനെ ചാടി ഫൺ ആ ഒരു രീതിയിൽ. ഇപ്പൊ ഞാൻ തന്നെ എങ്ങനെ ഇത് ഞാനിപ്പോ ആലോചിക്കണം ഞാൻ എങ്ങനെയാണ് ഈ ഷോർട്ട് ഫിലിംസ് അല്ലെങ്കിൽ ഷോർട്ട് മൂവീസ്, ഷോർട്ട് മൂവീസ് അല്ലെ ഷോർട്ട് വീഡിയോസിന്റെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞില്ലേ. ടിസ് തിരഞ്ഞെടുക്കുന്ന സബ്ജക്റ്റുകളും ടിസ് അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങളും നല്ല രസമാണ്. അതിപ്പോൾ ഞാൻ മുമ്പിലിരുത്തിയിട്ട് കൊള്ളാം അടിപൊളി എന്ന് പറയുന്നതല്ല, ശരിക്കും അങ്ങനെയാണ്, നല്ലതാണ്. അതുകൊണ്ടാണല്ലോ അവസരങ്ങളും തേടി വരുന്നത്. എങ്ങനെയാണ് ഇതിനൊക്കെയുള്ള വിഷയങ്ങൾ കണ്ടെത്തുന്നത്? ഈ എന്താ പറയുക, ഇപ്പോൾ ടിക്ടോക്കിൽ തുടങ്ങിയ കാലം മുതൽ ഇപ്പോൾ വരെയുള്ള കാലം എടുത്തിട്ടുണ്ടെങ്കിലും ഐഡിയാസ് പിച്ച് ചെയ്യാറുണ്ടാവും എല്ലാ കാലത്തും, അല്ലെങ്കിൽ വീഡിയോസ് നല്ല രസമാണ് കാണാനായിട്ട്. അപ്പോൾ ഐഡിയാസ് വരുന്നുണ്ടെങ്കിൽ തന്നെ അത് എങ്ങനെയാണ് സംഭവിക്കുന്നത്? വായനയിലൂടെയാണോ അല്ലെങ്കിൽ കൂട്ടുകാരുടെ കൂടെ ഇരിക്കുമ്പോഴാണോ? വായന പരിപാടി വളരെ കുറവാണ്. പിന്നെ ഞാനായിട്ട് പിച്ച് ചെയ്യുന്ന ഐഡിയാസ് കുറവാണ്. ഇപ്പം എൻ്റെ ഫ്രണ്ട് സർക്കിളിലുള്ളവരാണ് ഇപ്പൊ യുറേക്ക ആണേലും മല്ലുഫ്ലിക്സ് ആണേലും, അപ്പൊ അവര് എന്തെങ്കിലും ഒരു പരിപാടി സെറ്റ് ചെയ്യും, അതിനകത്തോട്ട് ഞാൻ ചെല്ലുന്നു. പിന്നെ ആ സമയത്ത് നമ്മൾ എന്തെങ്കിലും കയ്യിൽ നിന്നൊക്കെ ഇട്ട് ഒന്ന് പൊലിപ്പിച്ചെടുക്കും. അതാണ് കൂടുതൽ സംഭവിക്കുന്നത്. അല്ലാതെ ഞാനായിട്ട് ഒരു പരിപാടി ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല. പിന്നെ ടിക്ടോക്ക് എന്ന് പറഞ്ഞാൽ ആ സമയത്ത് കൂടുതൽ ഈ ഡബ് സ്മാഷ് ആ പരിപാടികളായിരുന്നു. അത് ചെയ്യുമ്പം അത് നല്ല രസമായിട്ട് ചെയ്യുക, അത്ര മാത്രമേ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. ഈ കയ്യിൽ നിന്ന് മറ്റേ ഇൻപുട്സ് ആണ് കൂടുതൽ കൊടുക്കാറുള്ളത്. അത് ചെയ്യാറുണ്ട്. അല്ലാണ്ട് മറ്റേ മെയിൻ വിഷയങ്ങളിലേക്ക് നമ്മൾ ഇനി വരുന്നുണ്ട്. അങ്ങനെ ഇതുവരെ ചെയ്തിട്ടില്ല. എല്ലായിടത്തും നമുക്ക് ടിസിനെ കാണാൻ പറ്റുന്ന ഒരു സീനുണ്ട്. ഇപ്പോൾ മല്ലുഫ്ലിക്സ് എടുത്തിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ പരസ്യങ്ങളുടെ കാര്യം നിൽക്കട്ടെ, പരസ്യം ഞാൻ പിന്നെ ചോദിക്കാം. പക്ഷേ ഈ സോഷ്യൽ മീഡിയ നോക്കിയിട്ടുണ്ടെങ്കിൽ ഹിറ്റായിട്ടുള്ള പ്ലാറ്റ്ഫോമുകളിലെല്ലാം, അല്ലെങ്കിൽ ചിലപ്പോൾ ചിലത് എന്താ പറയുക ടിസ് വന്നിട്ടായിരിക്കാം ഹിറ്റായിരിക്കുന്നത്. പക്ഷെ നമ്മൾ ഒരു സാധാരണക്കാരൻ നോക്കുമ്പോഴേക്കും ഇതാ യുറേക്കയിലുള്ള പയ്യൻ, ഇതാ മല്ലുഫ്ലിക്സിലുള്ള പയ്യൻ, ഇങ്ങനത്തെ ഒരു സാധനമുണ്ട് സാധാരണക്കാർക്ക്. എല്ലായിടത്തും കൂടി അതെങ്ങനെയാണ് ആ ചാൻസ് അങ്ങനെ കിട്ടണം? എങ്ങനെയൊക്കെയോ അങ്ങനെ പോകുന്നു. അവരടുത്തും ഈ പറഞ്ഞ പോലെ അങ്ങോട്ട് പറയാറുണ്ടോ എനിക്ക് താല്പര്യമുണ്ട്? താല്പര്യമുണ്ട്, പറയാറുണ്ട്. ഞാൻ ഒരുവിധ മിക്ക ആൾക്കാരുടെ അടുത്തും ചാൻസ് ചോദിക്കാറുമുണ്ട്. ഈ പറയുന്ന പോലെ താല്പര്യം പറയാറുമുണ്ട്. ഈ കോട്ടയത്ത് ജീവിച്ച ഒരാള്, അതായത് കൊച്ചിയിലേക്ക് പറിച്ച് നടപ്പെട്ടപ്പോൾ ആ സമയത്ത് കയ്യിലുള്ളത് ആകെ ഒരു മല്ലുഫ്ലിക്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്, അല്ലേ? എങ്ങനെ ആ ഒരു ധൈര്യം എങ്ങനെ കിട്ടിയപ്പോൾ? അതായത് ഈ പറഞ്ഞാൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന സമയത്ത് ആ ധൈര്യത്തിന്റെ കഥ എന്താണ്? ധൈര്യം അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല സത്യം പറഞ്ഞ.
ഇത് അഭിനയിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമാണ്. അഭിനയം സിനിമയിൽ വരണം, പക്ഷെ ഇതെങ്ങനെ വരണം എന്ന് അറിയത്തില്ല. അപ്പം ആകെ ഉണ്ടായിരുന്ന ഒരു ഹോപ്പ് എന്ന് പറഞ്ഞ ഈ മല്ലുഫ്ലിക്സ് മാത്രമാണ്. അപ്പോൾ ഇവരോട് ഇങ്ങനെ ചാൻസ് ചോദിക്കും. അതായത് എല്ലാ വീഡിയോസിലും ഞാൻ കാണണമെന്നില്ല. അപ്പം ഇവരിതുപോലെ എന്തെങ്കിലും ചെയ്യുന്നു എന്ന് കേൾക്കുമ്പം തന്നെ അവരെ വിളിച്ച് ചോദിക്കും, എങ്ങനെയെങ്കിലും അതിനകത്ത് കയറും. അതൊക്കെ തന്നെ സിനിമയ്ക്ക് വേണ്ടി ജീവിതത്തിൽ ചെയ്തിരിക്കുന്ന ഏറ്റവും നല്ലൊരു കാര്യം എന്തായിട്ടാണ് തോന്നുന്നത്? അത് സിനിമയിലേക്ക് വരാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ എടുത്ത ചില കാര്യങ്ങൾ ഉണ്ടാവില്ലേ, അതിൻ്റെ അകത്ത് ഞാൻ ചെയ്തതിൽ കൊള്ളാമായിരുന്നു എന്ന് തോന്നുന്നത്? എനിക്ക് പെട്ടെന്ന് തോന്നിയൊരു സാധനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അവസരങ്ങൾ ചോദിച്ചുകൊണ്ടേയിരുന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞ പോലെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ പെട്ടെന്ന് തോന്നുന്നുണ്ടോ സിനിമയിലേക്ക് വരാനായിട്ട് ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് നന്നായി? ഞാൻ കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്തിട്ടില്ല. ഒരുവിധം എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. ഈ ഷോർട്ട് ഫിലിമിനകത്ത് പോലും ചെറിയ റോളുകളുണ്ട്. അങ്ങനെ ഒരു ഷോർട്ട് ഫിലിം ഞാൻ ചെയ്തായിരുന്നു. ഒരു കൂട്ടുകാരൻ എന്ന് പറഞ്ഞാലും ജസ്റ്റ് ഒന്ന് പാസ് ചെയ്ത് പോകുന്ന പരിപാടിയാണ്. അതുവരെ ഞാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒന്നും മിസ്സാക്കിയിട്ടില്ല. എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കാം ചിലപ്പം നമ്മൾ പോലും വിചാരിക്കാത്ത ചില കണ്ടന്റുകൾ അത്യാവശ്യം ആൾക്കാർ ശ്രദ്ധിച്ചിട്ടുണ്ട്. വിടാതിരിക്കുക. അടിപൊളി. കുഞ്ഞിലെ മുതൽ ഇത്രയും സിനിമ കണ്ട ഒരാളാണല്ലോ, അതായത് സിനിമകൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഏറ്റവും വലിയ ഇഷ്ടം എന്ന് പറഞ്ഞു. അപ്പൊ അതിൻ്റെ അകത്ത് ഇൻസ്പയർ ചെയ്ത പെർഫോമൻസുകൾ ഉണ്ടാവില്ലേ? അതായത് ഒരുപാടുണ്ട്. ഡിസ് തന്നെ ഇങ്ങനെ കണ്ടിങ്ങനെ കിട്ടിങ്ങിരുന്ന സാധനങ്ങൾ ഉണ്ടാവില്ലേ? ഇൻസ്പയറിനൊക്കെ എനിക്ക് കൂടുതലും കൊതിയാ തോന്നാറ്. നമുക്കും ഇതുപോലെ ചെയ്യാൻ പറ്റുമോ അങ്ങനെ തോന്നിയിട്ടുണ്ട്. അതിപ്പം നമ്മുടെ അന്ന് കൂടുതലും കണ്ടിരിക്കുന്നത് സാധാരണ മലയാളം, തമിഴ് അങ്ങനത്തെ പടങ്ങൾ തന്നെയാണ്. അപ്പം നമ്മുടെ സൂപ്പർ സ്റ്റാർസ് അവരൊക്കെ ചെയ്തേക്കുന്ന പടങ്ങളൊക്കെ തന്നെ. വീട്ടിലിപ്പോ സിനിമയാണ് മോഹം എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും വീട്ടുകാരുടെ ഒരു മറുപടികൾ എന്തായിരുന്നു? വീട്ടുകാർ പറഞ്ഞ ചില കാര്യങ്ങൾ ഉണ്ടാവില്ലേ? ആ പരിപാടി വിട്ടേക്ക്, വേറെ എന്തെങ്കിലും ജോലിക്ക് പോകും എന്നുള്ള ആ സെയിം സെറ്റപ്പ് എല്ലായിടത്തും പറയുന്നത് തന്നെ. എനിക്ക് തോന്നുന്നു +2 കഴിഞ്ഞിട്ടാണ് കൊച്ചിയിലേക്ക് വരുന്നത്. അല്ലല്ല, ഞാൻ എഞ്ചിനീയറിംഗ് ആയിരുന്നു. എഞ്ചിനീയറിംഗ് ഒരു സെക്കൻഡ് ഇയർ ആയപ്പോഴാണ് ഞാൻ ശരിക്കും ടിക്ടോക്ക് കുറെ ആക്റ്റീവായിട്ട് ചെയ്യാൻ തുടങ്ങിയത്. ആ സമയത്താണ് ഇവര് വിളിക്കുന്നതും ഷോർട്ട് ഫിലിം ചെയ്യാൻ തുടങ്ങിയതും. ഞാൻ വിചാരിച്ചത് +2 കഴിഞ്ഞ് കൂടുന്നു, അത് കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ച് നാട്ടിലേക്ക് പോയിട്ട് എന്തോ ഒരു കോഴ്സ് ചെയ്യാൻ വേണ്ടി തിരിച്ച് കൊച്ചിയിലേക്ക് വന്നൊരു കഥയില്ലേ ലൈഫിൽ എവിടെയോ? അത് എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ടാ. ഞാനിങ്ങനെ വന്നും പോയി ഇത് തന്നെ പരിപാടി. ഇത് ഈ സ്ഥലം എനിക്ക് വിടാൻ പറ്റില്ല, വന്നും പോയി നിൽക്കും. ഇടയ്ക്ക് വന്ന് ഷോർട്ട് ഫിലിം ചെയ്യും, തിരിച്ചു പോകും. അതെല്ലാം ഒന്നും വലിയ റോളുകളല്ല, എല്ലാം ഈ കുഞ്ഞു കുഞ്ഞു റോളുകളാണ്. അപ്പൊ അത് വന്ന് ചെയ്യും, തിരിച്ചു പോവും. പിന്നെ കുറച്ചാൾ കഴിയുമ്പോൾ പിന്നെയും വരും. കോഴ്സ് എല്ലാം കഴിഞ്ഞ് കുറച്ചാൾ ഞാൻ പിന്നെ വർക്ക് ചെയ്തായിരുന്നു സെയിൽസിൽ. അപ്പം അതും കുറച്ച് മാസമേ പോയുള്ളൂ. എനിക്ക് അത്ര അങ്ങോട്ട് രസം തോന്നിയില്ല, അങ്ങനെ ഞാനത് നിർത്തി. അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ എഡിറ്റിങ് പഠിക്കാൻ കൊച്ചിയിൽ ജോയിൻ ചെയ്തത്. അപ്പൊ ഞാൻ കേട്ട കഥയിൽ അത് ചെറിയ വ്യത്യാസമുണ്ട്. ഞാൻ വിചാരിച്ചത് +2 കഴിഞ്ഞിട്ട് നേരെ കൊച്ചിയിലേക്ക് വരുന്നു, അത് കഴിഞ്ഞിട്ട് വീണ്ടും നാട്ടിൽ പോകുന്നു, കോഴ്സ് ചെയ്യുന്നു, അങ്ങനെയാണ്. അല്ല, ഇത് കോഴ്സ് കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അതിന്റെ ഇടയിലെല്ലാം ഓരോരോ സാധനങ്ങളുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് വീണ്ടും കോഴ്സ് വരുന്നത്. ഇഷ്ടം പോലെ എങ്ങനെയെങ്കിലും സിനിമയില് ട്രൈ ചെയ്യണം, അല്ലെങ്കിൽ ഇതിനകത്ത് ഈ ഒരു ഇത് ചുറ്റിപ്പറ്റി നിൽക്കണമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഓർത്തെന്നാ പിന്നെ എഡിറ്റിങ് അങ്ങനെ എന്തെങ്കിലും പഠിക്കാം, അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ നിൽക്കാൻ പറ്റുമല്ലോ. അങ്ങനെ അതിന് ചേർന്നു. ഈ അവസരങ്ങൾ ചോദിക്കുമ്പോഴേ ഇപ്പോൾ പലർക്കും നല്ല മറുപടികളായിരിക്കണം എന്നില്ല കിട്ടിയിട്ടുണ്ടാവും. ഇപ്പോൾ ചിലരുടെ അടുത്ത് ബോഡി ഷെയ്മിങ് ഉൾപ്പെടെ, ചിലരുടെ അടുത്ത് പൈസ ചോദിക്കുന്ന ഉൾപ്പെടെ നടന്നിട്ടുണ്ട്. ഇതൊന്നും ഞാനൊരു അങ്ങനെയാണ് നമ്മുടെ സമൂഹം എന്നോ അങ്ങനെയാണ് നമ്മുടെ ഇൻഡസ്ട്രി എന്നൊന്നും പറയാൻ വേണ്ടി ചോദിക്കുന്നില്ല. പക്ഷേ എപ്പോഴെങ്കിലും ഈ പറഞ്ഞ പോലെ അവസരം ചോദിച്ചിട്ട് ചോദിക്കണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? അതായത് വളരെ കോൺഫിഡൻസോടുകൂടി വളരെ താല്പര്യത്തോടുകൂടി അവസരം ചോദിക്കുന്ന ഒരാളാണ്. അപ്പോൾ പലരും ഈ അവസരങ്ങൾ ചോദിക്കുന്ന ഒരു പോയിന്റിൽ നിർത്തുന്നത് ചിലപ്പോൾ ഈ പൈസ ചോദിച്ചിട്ടായിരിക്കാം, ചിലപ്പോൾ അവസരം കിട്ടാത്തതുകൊണ്ടായിരിക്കാം, ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ബോഡി ഷെയ്മിങ് അനുഭവിച്ചുകൊണ്ടായിരിക്കാം. ഇതൊക്കെ നമ്മളുടെ തലയ്ക്കുള്ളിൽ നടക്കുന്ന കുറെ പരിപാടികളാണല്ലോ. അപ്പൊ എന്ന് പറഞ്ഞാല് അങ്ങനത്തെ മറുപടികൾ കേട്ടിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അങ്ങനെ ഇതുവരെ അത്രയും മോശമായിട്ട് ഞാൻ കേട്ടിട്ടില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു പ്രാവശ്യം പൈസ ഒരാൾ ചോദിച്ചായിരുന്നു. അത് ഞാൻ അന്നേരം തന്നെ വേണ്ടാന്ന് വെച്ചു. ഒന്നാമതെ പൈസ ഇല്ല, കൊടുക്കാനില്ല. എൻ്റെ ഒരു കൂട്ടുകാരൻ പണ്ട് പറഞ്ഞു, എന്റെ പേഴ്സിന് എന്റെ ATM കാർഡിന്റെ അവസ്ഥ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോർപ്പറേഷന്റെ പൈപ്പ് തുറക്കുന്ന അവസ്ഥയാണ്, കാറ്റൊഴിച്ച് വേറെ ഒന്നും വരാനും എന്ന് പറഞ്ഞ പോലെയാണതല്ലേ. പൈസ ഉണ്ടെങ്കിൽ എനിക്ക് തന്നെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അവര് ചോദിച്ച പൈസ ഉണ്ടെങ്കിൽ അങ്ങനെ ആ ഒരു ഇൻസിഡന്റേ ഉണ്ടായിട്ടുള്ളൂ. വേറെ അങ്ങനെയൊന്നും
ഉണ്ടായിട്ടില്ല. ബാക്കിയെല്ലാം നമ്മളെ ഈ പറഞ്ഞ പോലെ നമ്മളോട് സ്നേഹമുള്ളതും നമ്മളോട് താല്പര്യമുള്ള ആളുകളുമാണ് ബാക്കി കണ്ടിരിക്കുന്ന എല്ലാവരും. അതെ അതെ, വലിയ കുഴപ്പമില്ലാതെ പോകാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഈ ബിബിൻ എന്ന് പറഞ്ഞൊരു കഥാപാത്രം എടുത്തിട്ടുണ്ടെങ്കിലും അല്ല അതിരടിയുടെ ഈ പറഞ്ഞ പോലെ സാംബോയുടെ ഫാൻ ബോയ്, അതെ ഫാൻ ബോയ് ആയിട്ട് വരുമ്പോഴും ഒക്കെ ഡയലോഗ് പറയുമ്പോഴേ ഭയങ്കര രസമാണ് ഈ ടിസ് പറയുന്ന ഡയലോഗുകൾ കേൾക്കാനായിട്ട്. അപ്പം മറ്റേ നമ്മൾ ഹൃദയപൂർവ്വത്തിലേക്ക് തിരിച്ചു പോകണമെങ്കിൽ ചേട്ടായി എന്ന് വിളിച്ചിട്ട് പറയുന്ന ഓരോ ഡയലോഗും ഭയങ്കര രസമാണ്. അപ്പോൾ ഈ ഡയലോഗ് ഡെലിവറി ഭയങ്കര കാര്യമായിട്ട് ശ്രദ്ധിക്കുന്നതാണോ അല്ലെങ്കിൽ സ്വതവേ ആ പറയുന്ന സംഗതി അങ്ങനെയാണോ? സ്വതവേ ഉള്ളൊരു ഇതാണ്. ഞാൻ അങ്ങനെ അധികം ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല, പക്ഷെ കേൾക്കുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് ആ ഒരു പരിപാടി. എനിക്ക് തോന്നുന്നു ഹൃദയപൂർവ്വത്തിൽ ആദ്യം ചേട്ടായിക്ക് മുന്നേ വിളിക്കാൻ പറഞ്ഞത് വേറെന്തോ അണ്ണാന്നാണോ? അണ്ണാന്നായിരുന്നു. അത് പിന്നെ ഈ മുടിയുടെ ഇത് വെച്ചിട്ടാണല്ലോ അവര് നമ്മളെ സെലക്ട് ചെയ്യുന്നത്. അപ്പം അത് അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് ഇത് ചേട്ടായി ആക്കിയത്. അതായത് മറ്റേ മുടി കിട്ടുന്ന കേസാണോ, മറ്റേ ഫുഡിന്റെ അകത്ത കേസാണോ? അല്ലല്ല, ഞാൻ മുടി എന്ന് പറഞ്ഞിട്ട് ഒരു ഷോർട്ട് ഫിലിം ചെയ്തത്. അങ്ങനെ അതിലെ എന്റെ ഒരു സീനാണ് അത്യാവശ്യം ഇവരെല്ലാരും കണ്ടിരിക്കുന്നത്. ഓ അങ്ങനെ. ഞാൻ പെട്ടെന്ന് വിചാരിച്ചു അതിന്റെ അകത്ത് കുറെ എടുത്ത് മറ്റേ കംപ്ലൈന്റ്സിന്റെ കേസുകൾ പറയുന്നത്. ഇപ്പോ ചെയ്തതിൽ ഇപ്പൊ പ്രേംപാറ്റയാണ് ഇപ്പൊ കഴിഞ്ഞ പടം. അപ്പോ ഇപ്പൊ രണ്ടും നമ്മൾ കണ്ടതൊരു കൂട്ടുകാരൻ വേഷമാണ്. നമുക്ക് എന്തെങ്കിലും പുതിയ സിനിമയുടെ റോളുകളെ പറ്റി വെളിപ്പെടുത്താറായിട്ടുണ്ടോ? എന്തെങ്കിലും അതിനകത്ത് പുതിയൊരു കൂട്ടുകാരൻ ആണോ പ്രേംപാറ്റയില്? കൂടുതലും ഇതുപോലത്തെ കൂട്ടുകാരൻ പരിപാടിയാണ് വന്നിരിക്കുന്നത്. പിന്നെ സംഗീതേട്ടൻ മമിത ബൈജു ആ പടത്തില് സംഗീതേട്ടന്റെ കൂട്ടുകാരനായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ രണ്ടും നല്ല സിനിമകൾ തന്നെയാണ് പ്രേംപാറ്റയും ഈ പടവും. പക്ഷെ എന്താ പറഞ്ഞത്, നമ്മള് ഓരോ റോള് കാണുമ്പോഴേ അതായത് ഭയങ്കരമായിട്ട് രജിസ്റ്റർ ചെയ്യുന്ന ഒരു സാധനമുണ്ട്. ഈ ആക്ടിങ് കോഴ്സുകൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അതോ ഇല്ല, ചെയ്തിട്ടില്ല. ഒന്നും ചെയ്തിട്ടില്ല. ചെയ്യണമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? അതുണ്ട്, ആഗ്രഹമുണ്ട്. എപ്പോഴെങ്കിലും ചെയ്യണം എന്നൊരു ആഗ്രഹമുണ്ട്. അതായത് ഞാൻ പറയുന്നത് വെച്ചാൽ ഇപ്പൊ നമ്മൾ റോളിലേക്ക് കയറാനായിട്ട് അല്ലെങ്കിൽ റോളിൽ നിന്ന് ഇപ്പൊ ചില ആക്ടിങ് കോഴ്സുകൾ റോളിൽ നിന്ന് പുറത്തിറങ്ങാൻ വരെ പഠിപ്പിക്കും ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ളൊരു പ്രോസസ്സ് ആക്ച്വലി ഹെൽപ്ഫുൾ ആണെന്ന് ഇപ്പൊ അഭിനയിച്ച് ഇത്രയും നാളായല്ലോ, പല സാധനങ്ങൾ അഭിനയിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ളൊരു തോട്ട് പ്രോസസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചാണ്. ആക്ടിങ് കോഴ്സ് ചെയ്യുന്നത് നല്ലതാണ്. എന്നുവെച്ചാൽ ഞാൻ ഇങ്ങനെ ചോദിച്ചറിഞ്ഞിരിക്കുന്ന വെച്ചിട്ട് അതിൽ നിന്ന് നമുക്ക് കുറെ ടെക്നിക്ക് കാര്യങ്ങൾ കിട്ടുമല്ലോ. ഈ എങ്ങനെ ഒരു സീൻ ഹാൻഡിൽ ചെയ്യാം, വൃത്തിയായിട്ടല്ലേ ഭംഗിയായിട്ട് അത് എങ്ങനെ ചെയ്യാം, അങ്ങനത്തെ ഞാൻ കേട്ടിട്ടുണ്ട്. അത് എപ്പോഴെങ്കിലും ചെയ്യണമെന്നുണ്ട്, ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. നമ്മൾ തിരിച്ചേ ഇപ്പൊ നമ്മൾ ഷോർട്ട് ഫിലിമിന്റെ കാര്യം പറഞ്ഞു, അല്ലെങ്കിൽ ഇപ്പൊ സിനിമകളുടെ കാര്യം പറഞ്ഞു, ഷോർട്ട് വീഡിയോസിന്റെ കാര്യം പറഞ്ഞു. ടിസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് വേറൊരു കാര്യം ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടിസിന് നമ്മളുടെ അച്ഛനമ്മമാർക്ക് ഈ പരസ്യങ്ങളിലൂടെ ഭയങ്കര പരിചയം ഉണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ ടിസിനെ അവർ മറ്റേ എന്താ പറയുക ഷോർട്ട് വീഡിയോസിൽ കണ്ടിരിക്കുന്നതിനെ കൂടുതൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അവരിങ്ങനെ പരതി പോകുമ്പോഴേക്കും അയ്യോ ഇതാ സിനിമയിലുള്ള കൊച്ചു തന്നെയാണല്ലോ എന്ന് ചോദിക്കുന്നൊരു സ്ഥിരമായിട്ട് പരസ്യങ്ങൾ ചെയ്യുന്നൊരു സീനുണ്ട്. അപ്പോൾ പരസ്യങ്ങളിലേക്ക് എങ്ങനെയാണ് പരസ്യം ചെയ്യാനായിട്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. കാരണം 30 സെക്കൻഡ് 40 സെക്കൻഡ് ഒന്ന് കഥ പറഞ്ഞിട്ട് പോകുന്നു, നമുക്ക് ഭയങ്കരമായിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്ന ചിലപ്പോൾ ചില സാധനങ്ങൾ കിട്ടിയേക്കാം. പരസ്യങ്ങൾ ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിൽ വന്നാണോ അല്ലെങ്കിൽ അവസരം കിട്ടി അങ്ങനെ എങ്ങനെ വന്നത് തന്നെയാണ്. ബാക്കി ഇതുപോലെ ഈ റീൽസ് അതില് എങ്ങനെയാണോ കയറിയത് അതുപോലെ തന്നെ എങ്ങനെയൊക്കെയോ ഇതെല്ലാം കറങ്ങി തിരിഞ്ഞ് വന്നു. ഞാനായിട്ട് അങ്ങനെ സെലക്ട് ചെയ്ത പരിപാടികളില്ല. ഇതുപോലെ ഓരോരുത്തര് വിളിക്കും, അല്ലെങ്കിൽ നമ്മുടെ തന്നെ ഏതെങ്കിലും മ്യൂച്വൽ ഫ്രണ്ട്സ് ആയിട്ടുള്ളവര് ഇങ്ങനെ ആ പരിചയത്തിൽ വിളിക്കും, അങ്ങനെ ചെയ്യും. അങ്ങനെ സംഭവിച്ചു വരുന്നത്. എന്താ പറഞ്ഞ ഇങ്ങനെ നമ്മൾ ഈ ചെന്ന് മുട്ടുന്നതിനേക്കാൾ കൂടുതൽ അറിയാണ്ട് നമ്മളെ അങ്ങനെ വന്നേക്കുന്നതാണ് കൂടുതലും. ചെന്ന് മുട്ടുന്നതും ഉണ്ട്, അതുകൊണ്ട് രണ്ടും വരാറുണ്ട്. ഈ ഒരു സിനിമ അഭിനയിക്കുന്ന ഒരാളായിട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സോഷ്യൽ മീഡിയ കണ്ടന്റ് ക്രിയേറ്റർ ആയിട്ടൊക്കെ നിൽക്കുമ്പോഴേക്കും നമുക്ക് എല്ലാ ദിവസവും നമ്മൾ ഭയങ്കര മോട്ടിവേറ്റഡ് ആയിട്ട് ഇരിക്കണം എന്നില്ല. നമുക്ക് ചിലപ്പോൾ സങ്കടങ്ങൾ ഉണ്ടായേക്കാം, ചിലപ്പോൾ ചില സാധനങ്ങൾ ചെയ്തത് ശരിയായില്ല എന്ന് നമുക്ക് തന്നെ തോന്നിയേക്കാം. എങ്ങനെയാണ് മോട്ടിവേറ്റഡ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ തന്നെ അതിനെന്തെങ്കിലും എങ്ങനെയാണ് സംഭവിക്കുന്നത്, എന്താണ് അതിന്റെ പുറകിൽ? ഇപ്പോൾ അവസരങ്ങൾ ചോദിക്കാൻ തന്നെ നമുക്കൊരു മോട്ടിവേഷൻ വേണം. ഇതെങ്ങനെയാണ് കണ്ടെത്തുന്നത്? ഈ മോട്ടിവേഷൻ എങ്ങനെ കണ്ടെത്തുന്നത്? ഇപ്പൊ ഞാനിത് ബേസിക്കലി ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടിസ് പറഞ്ഞു, ടിസ് അവസരങ്ങൾ ചോദിക്കുന്ന ഒരാളാണെന്ന് പറഞ്ഞു, ടിസ് ചെയ്യാൻ പറ്റുന്ന റോളുകൾ എല്ലാം ചെയ്യുന്ന ഒരാളാണെന്ന് പറഞ്ഞു. അപ്പൊ ഇതിനെ ശ്രദ്ധിക്കുന്ന, ഇതിനു വേണ്ടി ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് നമ്മളെ കേൾക്കുന്നുണ്ടാവും അല്ലെങ്കിൽ കാണുന്നുണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഉള്ളൊരു ചെറിയൊരു സ്നേഹവാചകം എന്നുള്ള രീതിയിൽ ഞാൻ കൊടുക്കാമല്ലോ എന്ന് വെച്ചാണ്. എങ്ങനെയാണ് മോട്ടിവേറ്റഡ് ആയിട്ട് ഓടി നടക്കാൻ പറ്റുന്നത് എല്ലാ ദിവസവും? അത് കൂടുതലും നമുക്ക് താല്പര്യമുള്ള ഇഷ്ടമുള്ള കാര്യങ്ങൾ
ചെയ്യാനാ ഞാൻ ശ്രമിക്കാറുള്ളത്. ഇപ്പം എന്തെങ്കിലും ഇതുപോലെ തന്നെ സിനിമ കാണുക, അല്ലെങ്കിൽ പാട്ട് കേൾക്കുക, ഇതൊക്കെയാണ് എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ. പിന്നെ നമ്മുടെ തന്നെ സർക്കിളിലിരുന്ന് തമാശ പറയുക, ചിരിക്കുക, അതൊക്കെ തന്നെ. ഫുൾ ടൈം എനിക്ക് നേരത്തെ പറഞ്ഞതിനകത്തൊരു നമ്മൾ കണ്ട് സംസാരിച്ചപ്പോഴത്തേക്കും ആദ്യം ഒരു സാധനം എനിക്കിതല്ലാണ്ട് ചെയ്യാൻ വേറൊന്നും ഇല്ല എന്നൊരു തിരിച്ചറിവ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് തോന്നുന്നു അത് തന്നെ എനിക്ക് ഏറ്റവും വലിയ മോട്ടിവേഷൻ തോന്നുന്നു. എന്റെ മനസ്സിൽ ഇത് മാത്രമേ ഉള്ളൂ. ഞാൻ ഒരു ദിവസം ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നതും ഇതൊക്കെ തന്നെയാണ്. വേറെ അങ്ങനെ പരിപാടികളൊന്നും ആലോചിക്കാറില്ല കാര്യമായിട്ടും. ഞാൻ കുഞ്ഞായിരുന്ന സമയത്ത് ഈ റോട്ടി കൂടെ അടക്കുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ ബോൾ ചെയ്തുകൊണ്ട് നടക്കുക. ഇങ്ങനെ മറ്റേ സ്പിന്നേഴ്സ് മുരളീധരനൊക്കെ ബോൾ ചെയ്യുന്ന പോലെയാണ് നമ്മൾ കടയിൽ മറ്റേ പയർ മേടിക്കാനും കടല മേടിക്കാനൊക്കെ പോകുന്നത്. എന്ന് പറഞ്ഞ പോലെ ടിസിന് അങ്ങനെ കുട്ടിക്കാലത്ത് ഈ പറഞ്ഞ പോലെ അമ്മേ ഇത്തിരി വെള്ളം തരും, അങ്ങനത്തെ അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്യാൻ എനിക്ക് ചമ്മലുണ്ട്. ഞാൻ ശരിക്കും ഈ ആഗ്രഹം പോലും ആരുടെ അടുത്തും അങ്ങനെ അധികം പറഞ്ഞിട്ടില്ല. എനിക്കൊരു ചമ്മലുണ്ടായിരുന്നു ഇവര് കളിയാക്കുമെന്ന്. വീട്ടിലും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഈ ടിക്ടോക്ക് അങ്ങനത്തെ പരിപാടികൾ തുടങ്ങി ഇത് അത്യാവശ്യം പുറത്തുള്ള ആൾക്കാർ കാണാൻ തുടങ്ങി. അപ്പോഴാണ് അമ്മ പോലും ശ്രദ്ധിക്കുന്നത്. അമ്മയുടെ അടുത്ത് ആരൊക്കെയോ പറഞ്ഞു ഇതുപോലെ ചെയ്യുന്നുണ്ടല്ലോ, എന്നെ പറയാനുള്ളതെന്ന് ചോദിച്ചെന്ന്. അമ്മ പറഞ്ഞു ഞാനങ്ങനെ കണ്ടിട്ടില്ല, ഒന്നിച്ചെന്ന് കണ്ടു നോക്കട്ടെ എന്ന്. അപ്പൊ കണ്ടിട്ടാണ് കണ്ടപ്പോഴാണ് ഇവർക്ക് മനസ്സിലായത് ഇവൻ കൊള്ളാന്ന്. ഈ സിനിമയിൽ ഇപ്പൊ നമ്മൾ അഭിനയത്തിലേക്ക് വന്നു. ഇപ്പോൾ ഷോർട്ട് ഫിലിംസ് ആണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ ഷോർട്ട് വീഡിയോസ് ആണെങ്കിലും ഒക്കെ ടിസ് നേരത്തെ പറഞ്ഞു അഭിനയിക്കാൻ തന്നെയാണ് കൂടുതൽ തന്നെ എഫേർട്ട് ഇടാറ്. അങ്ങനെ ഐഡിയേഷൻ സൈഡിലേക്ക് അങ്ങനെ ഇരിക്കാറില്ല. പിന്നെ എന്തെങ്കിലും ചെറിയ എൻ്റെ ക്യാരക്ടറിന് ഇൻപുട്സ് മാത്രം കൊടുക്കാറുള്ളൂ എന്ന് പറഞ്ഞു. സിനിമയിൽ മറ്റേതൊക്കെ മേഖലകളായിരിക്കും കൂടുതൽ താല്പര്യം? ഞാനിങ്ങനെ ഇവിടെ അനുബന്ധമായിട്ട് ചോദിക്കാൻ മനസ്സിൽ വന്നുകൊണ്ട് ചോദിച്ചാണ്. അല്ല, എനിക്ക് ഇതുപോലെ ഒരു ഐഡിയ പിച്ച് ചെയ്യണം അങ്ങനത്തെ ആഗ്രഹമുണ്ട്. എപ്പോഴെങ്കിലും എഴുതണം അങ്ങനത്തെ ആഗ്രഹങ്ങളുണ്ട്. അഭിനയത്തിന്റെ ഒപ്പം തന്നെ ഒപ്പം തന്നെ സ്വന്തമായിട്ടൊരു പരിപാടി ചെയ്യണം ആഗ്രഹമുണ്ട്. ഒരുപാട് മനസ്സിൽ ഒരുപാട് റോളുകൾ കിടക്കുന്നുണ്ടാവും. അതായത് ഞാൻ ഉദ്ദേശിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു പോലീസുകാരൻ്റെ വേഷം എന്നോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു വക്കീലിൻ്റെ വേഷം എന്നോ അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. ഇപ്പം നമ്മൾ മെൻ്റലി പല ടെറൈനിൽ നിൽക്കുന്ന ആളുകളെ ചർച്ച ചെയ്യുന്നൊരു കാലമാണ് മലയാള സിനിമ. കൂടുതൽ അങ്ങനത്തെ ആളുകൾ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പം എന്ന് പറഞ്ഞ പോലെ മനസ്സിൽ അങ്ങനെ വിവിധ തരം റോളുകൾ ഉണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞ പ്രൊഫഷനല്ല, അങ്ങനത്തെ മോഹങ്ങൾ മനസ്സിൽ ഉണ്ടായിട്ടുണ്ടോ? ചിന്തിക്കാറുണ്ടോ അഭിനയിക്കാനായിട്ടാ? സിനിമയിൽ അഭിനയിക്കാൻ? അതിപ്പം എനിക്ക് വില്ലൻ അങ്ങനത്തെ പരിപാടികൾ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. ഈ നമ്മളീ പറയുന്ന പോലെ സ്റ്റൈലിഷ് ആയിട്ട് വരുന്ന ചില വില്ലന്മാരുണ്ടല്ലോ, അങ്ങനത്തെ ടൈപ്പ് റോളുകൾ എനിക്കറിയത്തില്ല, ചെയ്യാൻ പറ്റുമോന്ന് അറിയത്തില്ല. ആഗ്രഹമുണ്ട് അങ്ങനെ അതുപോലെ ചെയ്യണമെന്ന്. അങ്ങനെ പല ടൈപ്പ് ഉണ്ട്. വില്ലൻ ഒരു പ്രത്യേക ആഗ്രഹം ഉണ്ട്. അത് ആഗ്രഹമുണ്ട്. ശരിക്കും നൈസായിരിക്കും തോന്നുന്നു. കാരണം ടിസിനെ പൊതുവെ നമ്മൾ കണ്ടിരിക്കുന്ന ഭയങ്കര ഒരു സാധു പാവം മനുഷ്യനായിട്ടാണ്. പെട്ടെന്നൊരു പടത്തിൽ അത് ബ്രേക്ക് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ അത് രസമായിരിക്കും എനിക്കും തോന്നി. അതിരടിയുടെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് നമ്മളിങ്ങനെ തൊട്ടുപോയുള്ളൂ. അതിരടിയിലേക്കുള്ള ആ ഒരു എൻട്രി എങ്ങനെയായിരുന്നു പറഞ്ഞില്ല അല്ലേ? അതിരടി ഹൃദയപൂർവ്വം കണ്ടിട്ട് അവര് വിളിക്കുമായിരുന്നു. ഒരു ചെറിയ സ്ക്രീൻ ടെസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞപ്പം സെലക്ട് ആയി. അതിരടി ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ബേസിലിന്റെ കൂടെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അടിപൊളിയായിരുന്നു. അത് ശരിക്കും ഞാൻ നേരത്തെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര എൻജോയ് ചെയ്ത് ഷൂട്ട് ചെയ്തൊരു സിനിമയാണ്. ബേസിലേട്ടനാണേലും ടോയ്ച്ചേട്ടനാണേലും എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. അവരുടെ കൂടെ രസമാണ് ഓരോ സീനും ചെയ്യാനും സാധിക്കുന്നതല്ലേ? അതെ അതെ. ഈ ചെയ്ത 2 സിനിമകൾ ചെയ്തത് രണ്ടും ഭയങ്കര വലിയ വലിയ സിനിമകൾ ചെയ്തത്. അതായത് ഇപ്പോൾ കളറിലാണെങ്കിലും അത് പറഞ്ഞു നടക്കുന്ന എന്താ പറയുക, ഇപ്പോൾ അതിൻ്റെ വോളിയം നമ്മൾ സംസാരിക്കുന്നതാണെങ്കിലും ഒക്കെ വലിയ വലിയ സിനിമകൾ. അപ്പോൾ ഈ വലിയ സിനിമകൾ ടിസിനെ അന്വേഷിച്ച് വരുമ്പോഴത്തേക്കും ആദ്യം മനസ്സിൽ തോന്നുന്ന സന്തോഷം ഉണ്ടാവും എന്നറിയാം. എന്നാലും അതിൻ്റെ ഒപ്പം തന്നെ വേറെ എന്തൊക്കെയാണ് തോന്നുന്നത് പെട്ടെന്ന്? അതായത് വലിയ സിനിമ അടിപൊളിയാക്കണം, അത്രേ മാത്രമേ ഉള്ളൂ. ഈ നേരത്തെ പറഞ്ഞ ടെൻഷൻ ഉണ്ടാവാറില്ല വലിയ സിനിമയാകുമ്പോൾ? ഇല്ല, ഞാൻ അങ്ങനെ ആലോചിക്കാറില്ല. ഇതാണല്ലോ നമുക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യം. ഇതിനു വേണ്ടിയിട്ടാണല്ലോ ഇത് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. അപ്പം അത് ഏറ്റവും അടിപൊളിയാക്കണം, അങ്ങനെ മാത്രമേ ഞാൻ ചിന്തിക്കാറുള്ളൂ സത്യമായിട്ടും. വേറെ അങ്ങനെ ടെൻഷൻ പരിപാടി അങ്ങനെ ആ സൈഡിലോട്ട് ഞാൻ ഇതുവരെ ആലോചിച്ചിട്ടില്ല. അടിപൊളി. എന്തായാലും ഒരുപാട് സന്തോഷം ടിസേ, കാണാൻ കഴിഞ്ഞതിലും സംസാരിക്കാൻ കഴിഞ്ഞതിലും.
ഇനിയും ഒരുപാട് റോളുകൾ വരട്ടെ. താങ്ക് യു. അതും ഈ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ വി ആർ വെയിറ്റിംഗ് ആ റോള്, വില്ലൻ റോള് കാണാനായിട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ പതിയെ അവസാനിപ്പിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.